പശ്ചിമേഷ്യയിലെ സംഘർഷവും രാജ്യത്തുണ്ടായ ഊർജ്ജ പ്രതിസന്ധിയും സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ പ്രസ്താവന നടത്തും. സംഘർഷത്തെ തുടർന്ന് മുമ്പൊരിക്കലും നേരിടാത്ത വെല്ലുവിളിയാണ് രാജ്യം നേരിടുന്നതെന്നും എന്നാൽ പ്രതിസന്ധി സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രസ്താവനകൾക്കപ്പുറം ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഇന്നലെ പ്രധാനമന്ത്രി ലോക്സഭയിൽ പ്രസ്താവന നടത്തിയതാണ്. അദ്ദേഹം സ്ഥിതിഗതികൾ വിശദീകരിച്ചു. രാജ്യസഭയിൽ സമാനമായ നിലയ്ക്കായിരിക്കുമോ ഒരു വിശദീകരണം വരിക? എങ്ങനെയാണ് സ്ഥിതിഗതികൾ ഇപ്പോൾ രാജ്യം വിലയിരുത്തുന്നത്? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, പ്രവിത. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയതിന് സമാനമായ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ നടത്തും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രധാനമായും ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ സംഘർഷ സാഹചര്യം, അത് രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി, അതിനുള്ള പോംവഴികൾ, ഈ 3 വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രസ്താവനയായിരിക്കും പ്രധാനമന്ത്രി രാജ്യസഭയിലും നടത്തുക. കഴിഞ്ഞ ദിവസം സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ വെല്ലുവിളിയാണ് രാജ്യം ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷത്തിലൂടെ അഭിമുഖീകരിക്കുന്നത് എന്നും അതിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും സാധാരണക്കാരെ ഈ ഒരു സംഘർഷത്തിന്റെ ആഘാതം ബാധിക്കാതിരിക്കാനുള്ള പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ രാജ്യത്ത് നിലവിൽ ഊർജ മേഖലയിൽ കാര്യമായി അല്ലെങ്കിൽ പെട്ടെന്ന് രാജ്യത്തെ ബാധിക്കുന്ന സാഹചര്യമില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. 53 ലക്ഷം മെട്രിക് ടൺ ഇന്ധനം നിലവിൽ രാജ്യത്ത് സ്റ്റോക്കുണ്ട്. കൂടാതെ അപവൈദ്യുത നിലയങ്ങളിൽ ആവശ്യത്തിന് കൽക്കരി സ്റ്റോക്കുണ്ട്. കൽക്കരിയുടെ ഉൽപാദനവും രാസവള ഉൽപാദനവും രാജ്യത്ത് മതിയായ അളവിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിച്ചിരുന്നു. സമാനമായ പ്രതികരണം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും രാജ്യസഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു പ്രസ്താവനയിൽ ഒതുക്കുന്നതിൽ പ്രതിപക്ഷത്തിന് തൃപ്തിയില്ല. മറിച്ച് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ കൂടി പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ചർച്ച വേണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളിൽ നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം ഇന്ന് ഈ ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബില്ല് കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. 2019 നിയമത്തെ ഭേദഗതി ചെയ്യുന്നതാണ് ഈ പുതിയ ബില്ല്. ഈ വർഷങ്ങളായി തങ്ങൾ നേടിയെടുത്ത അവകാശങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യുന്നതാണ് ബില്ല് എന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ഈ ഒരു ഭേദഗതി ബില്ലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. സമാനമായി തന്നെ ധനാഭ്യർത്ഥന ബില്ലും ധനബില്ലും ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഉന്മേഷ്, പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.